ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്നത്തെ വീഡിയോ ഒരു വളരെ കോൺട്രവേഴ്സ്യൽ ടോപ്പിക് ആയേക്കാൻ സാധ്യതയുള്ളൊരു വീഡിയോ ആണ്. കാരണം എൻ്റെ കമൻറ്റ് ബോക്സിലും പിന്നെ ഇവിടുത്തെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഒത്തിരി ഡിസ്കസ് ചെയ്യുന്നൊരു ടോപ്പിക്ക്, എല്ലാ കാര്യത്തിലും നമ്മുടേതായ ഒരു ടേക്ക് ഷെയർ ചെയ്യുന്നതും ഒരുപാട് ശത്രുക്കളെ ക്രിയേറ്റ് ചെയ്യുന്നതല്ലാതെ നാട് നന്നാൻ പോകുന്നില്ല. ബട്ട് എങ്കിലും ഇതിപ്പോൾ കുറച്ചൊരു എമിഗ്രേഷനും കൂടി ബാധിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ബീങ് എ മലയാളി, ബീങ് ആൻ ഇന്ത്യൻ കനേഡിയൻ, ഇന്ത്യക്കാരൻ മൊത്തത്തിലുള്ള ഇമേജ് അത് ഇവിടെ കനേഡിയൻസ് ആയ ഇന്ത്യക്കാരാലും എനിക്കവിടെ വരാൻ പോകുന്നവർക്കൊക്കെ മോശമായി മാത്രം വരാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ഒരുപാട് നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരുപാട് വെള്ളക്കാർ കനേഡിയൻസ് പോലും ഇപ്പം ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അവർക്കൊരു അകത്തെങ്കിലും പുറത്ത് കാണിക്കത്തില്ലെങ്കിലും ചിലരൊക്കെ കാണിക്കാൻ തുടങ്ങി. പൊതുവെ ഒരു നീരസം, പൊതുവെ ഒരു ഇംപ്രഷൻ ഇല്ല, അങ്ങനെയായി മാറി. ഇതിന് മാത്രം എന്താണ് ഇവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത് നമുക്ക് ഇനി ഫ്യൂച്ചറിലെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ ഇതിൻ്റെ ഡാമേജ് കുറക്കാൻ പറ്റുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ മിസ്റ്റർ ബാക്കർ, കനേഡിയൻ ഇമിഗ്രേഷൻ അഡ്വൈസറാണ്. അതുപോലെ തന്നെ കനഡയിൽ 10-25 വർഷമായി സെറ്റിൽ ആയിട്ടുള്ള ഒരു കനേഡിയൻ മലയാളിയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ പോയിട്ട് ഫ്യൂച്ചർ മറ്റുള്ള വീഡിയോ ഒക്കെ വാച്ച് ചെയ്യണമെങ്കിൽ യു ക്യാൻ ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓഫ് കോഴ്സ് സ്ലൈറ്റ്ലി ഓഫ് ട്രാക്ക്. അപ്പം നമ്മൾ ഈ സിവിക് സെൻസ്, പൊതുവേ നമുക്ക് ഇന്ത്യക്കാർക്ക് സിവിക് സെൻസ് കുറവാന്നുള്ള കാര്യത്തിൽ ഞാനിവിടെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ മതി. ഹൗ മച്ച് ഓഫ് ഡാമേജ് ഇസ് ഡൺ ഇൻ ദ ലാസ്റ്റ് 5 years, ദ വേഴ്സ്റ്റ്. എവിടെയും നിങ്ങൾക്കറിയാം ഇന്നിപ്പോൾ നമ്മൾ എവിടെ നല്ലതും ചീത്തയും കാണിച്ചാലൊക്കെ ഈ സോഷ്യൽ മീഡിയ കാരണം അതിന് വേണമെങ്കിൽ മാക്സിമം പബ്ലിസിറ്റി, ചിലപ്പം ഒരുപാട് എക്സാഗ്രേഷനൊക്കെ, ഒരുപാട് മിസ്അണ്ടർസ്റ്റാൻഡിങ് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വരാം. ബട്ട് സോഷ്യൽ മീഡിയ കാരണം നിങ്ങൾക്ക് പലതും ഒളിച്ചു വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മളുടെ ഗുണവും ദോഷമൊക്കെ മിക്കവാറും ആരെങ്കിലുമൊക്കെ നോട്ടീസ് ചെയ്യും. When it is being exposed all over the world, it's not going to be a secret anymore. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ്റെ അകത്ത് നമുക്ക് നമ്മുടേതായ ഒരുപാട് പോസിറ്റീവ് സൈഡ്, നമ്മുടെ ഫാമിലി വാല്യൂസും, നമ്മുടെ ഒരുപാട് നല്ല നല്ല കൾച്ചറൽ വാല്യൂസും, ഒരുപാട് കാര്യങ്ങൾ, നല്ല നല്ല പാട്ടും മ്യൂസിക്കും കലയും ഒക്കെയുള്ള ഒരു ഒത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കൾച്ചർ നമ്മളൊക്കെ വരുന്നത്. ബട്ട് വെൻ യു ഗോ ടു എ ഡിഫറെൻറ്റ് കൺട്രി, എസ്പെഷ്യലി ഇപ്പോൾ ആൾക്കാർ ഇമിഗ്രേറ്റ് ചെയ്യുന്ന അവിടത്തേക്കാണ്. US, കാനഡ, UK, ഓസ്ട്രേലിയ, ജർമ്മനി, ഇങ്ങനെയൊക്കെയുള്ള രാജ്യത്ത് നിങ്ങൾ ഇമിഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പ്ലീസ് യു ഹാവ് ടു കീപ്പ് ഇൻ മൈൻഡ്, നിങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ രീതിയും, നിങ്ങളുടെ കാര്യം പോലെ കാനഡ ആവണമെന്നോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആവണമെന്നോ മറ്റുള്ള രാജ്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് വരണം ചിന്തിക്കുന്ന മഹാമണ്ഡത്തിലാണ്. ആ ഒരു രീതിയിലാണ് ഇപ്പം പല ഇന്ത്യക്കാരുടെ ഇവിടുത്തെ സ്വഭാവം. അപ്പം മുമ്പൊക്കെ ഇവിടെ വന്നിരുന്ന ആൾക്കാരിൽ നല്ലൊരു ശതമാനം നല്ല എഞ്ചിനീയേഴ്സും നല്ല ഡോക്ടേഴ്സും വളരെ ഹൈ ക്വാളിറ്റിയുള്ള ആൾക്കാർ വന്നിട്ട് കാനഡയിൽ തന്നെ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 40 മില്യൺ പോപ്പുലേഷനിൽ 5% പോലും ഇന്ത്യക്കാരില്ല. നമ്മൾ കൊട്ടിഘോഷിക്കുകയാണ് കാനഡ മുഴുവൻ ഇന്ത്യക്കാർ നിറഞ്ഞിരിക്കുന്നു, പഞ്ചാബികൾ നിറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവർ ചില പോക്കറ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ്. ബ്രാംപ്ടൺ, സറി, വിന്നിപ്പെഗ് അല്ലെങ്കിൽ കാൽഗറി എന്നൊക്കെ പറഞ്ഞ ചില പോക്കറ്റ്സിൽ ഇപ്പോൾ മേ ബി ദർ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി ഓഫ് ഇത്, എസ്പെഷ്യലി പഞ്ചാബീസ്. പറയുന്നതിൽ തെറ്റൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അവരൊക്കെ ഒരുപാട് ഫോക്കസ്ഡ് ആണ്. മലയാളി സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് അവിടെ ഇവിടെയൊക്കെ സ്കാറ്റേഡ് ആണ്. അപ്പോൾ പൊതുവേ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ മൊത്തം പോപ്പുലേഷൻ 40 മില്യണിൽ 2 മില്യൺ പോലും ഇല്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ബട്ട് അവർ ഇത്രമാത്രം മറ്റുള്ളവരുടെ 80-85% വരുന്ന വെള്ളക്കാർ, ബാക്കിയുള്ള പിന്നെ വേറെയും മറ്റുള്ള ഇമിഗ്രൻസ് എന്ന് പറയാം, അറബ്സും മറ്റുള്ള സൗത്ത് ഈസ്റ്റ് ഏഷ്യൻസും ചൈനീസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാരുടെ ഒരു കണ്ടിൽ ഇത്രയും മോശമായ അഭിപ്രായം എങ്ങനെ വന്നു? അതിന് പ്രധാനപ്പെട്ടൊരു കാരണം നമ്മുടെ ആൾക്കാർ ഈ കൾച്ചറൽ സെലിബ്രേഷൻസ് അത് യാതൊരു പൊതുബോധവും ഇല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്ത് സെലിബ്രേഷൻ ആയിക്കഴിഞ്ഞാലും അത് റോഡിൽ കൊണ്ടുപോയിട്ട് റോഡിലൊരു ബഹളം ഉണ്ടാക്കി, ന്യൂസൻസ് ഉണ്ടാക്കി, മറ്റുള്ളവരെ ഉറക്കം കെടുത്തി, മറ്റുള്ളവരെ പിന്നെ അവിടെയൊക്കെ കംപ്ലീറ്റ് പിന്നെ ഗാർബേജും പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതൊന്നും ക്ലീൻ ആക്കാതെ പോലീസിനെയും മറ്റൊക്കെ ഫയർഫോഴ്സിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബഹളവും ലൗഡ് നോയ്സ് ഒക്കെ ഉണ്ടാക്കി പൊതുവെ മറ്റുള്ളവരെ വളരെ എനോയ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ആൾക്കാർ സെലിബ്രേഷൻ. This is just the start. Welcome to Brampton, and Miss Moyes can be heard miles away. ഒന്നാമത് ഈ നാട് ഒരുപാട് നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ഫ്രീഡം ഓഫ് റിലീജിയൻ, ഫ്രീഡം ഓഫ് മൊബിലിറ്റി എല്ലാം തരുന്ന രാജ്യമാണ്. ബട്ട് അതിനെ
ആ ഒരു ഇതിൽ റെസ്പെക്റ്റിൽ എടുക്കാൻ ഇംഗ്ലീഷുകാർക്ക് നന്നായിട്ട് അറിയാം, വെള്ളക്കാർക്ക് നന്നായിട്ട് അറിയാം, മിസ്യൂസ് ചെയ്യത്തില്ല. ഇനി എൻവയോൺമെന്റ് പൊളിറ്റാക്കാൻ പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ അടുത്ത് നടന്നൊരു സംഭവമാണ്, കുറേ പേര് പോയിട്ട് നദിയുടെ അടുത്ത് നിന്ന് കുറേ പ്രാർത്ഥനയും പൂജയൊക്കെ നടത്തി. നമ്മുടെ നാട്ടിലെ നദിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി നശിപ്പിച്ചു. പ്രത്യേകിച്ച് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. ഇത് ഇവിടെ എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. എല്ലാവരും അങ്ങനെ ഞാൻ പറയുന്നില്ല. ചിലവരൊക്കെ അത്യാവശ്യം ആ പർട്ടിക്കുലർ ഫംഗ്ഷൻ്റെ ഡേ അല്ലെങ്കിൽ ആ സെലിബ്രേഷൻ്റെ ഡേ ഓഡിറ്റോറിയമൊക്കെ റെന്റിന് എടുത്തിട്ട് ആ ഓഡിറ്റോറിയത്തിൽ മാത്രം അവിടെ സെലിബ്രേഷൻ ഒതുക്കുന്ന നല്ല ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് കാനഡയിൽ. ബട്ട് ഇപ്പോൾ ഒരു ശതമാനം, ഒരു 10% ആൾക്കാർ, ഇന്ത്യക്കാർ തന്നെ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ യാതൊരു പൊതുബോധം ഇല്ലാതെ ബിഹേവ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഇന്ത്യക്കാരെ പേരാ പോകുന്നത്. ഇതിപ്പം പറഞ്ഞ് ഞാൻ പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതക്കാർ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനെ പ്രത്യേകിച്ച് ഞാൻ ഇതിൽ പിന്നെ ബ്ലെയിം ചെയ്യുന്ന പോലെ ആവരുത്. ഞാൻ പറയുമ്പോൾ ഇത് മൊത്തം ഇന്ത്യക്കാരുടെ ഇമേജിനെ പോകുന്ന കാര്യമാണ്. ഒന്ന്, എമിഗ്രേഷൻ ഫ്രോഡ്. ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തതാണ്, അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിച്ച് വീഡിയോ നീട്ടുന്നില്ല. എല്ലാ രീതിയിലും ജോബ് സ്കാം ആയിക്കോട്ടെ, LMI സ്കാം ആയിക്കോട്ടെ, പിന്നെ സ്റ്റുഡൻറ് വീസ സ്കാം ആയിക്കോട്ടെ, എല്ലാത്തിലും ഇന്ത്യക്കാർക്ക് പാർലമെന്റിൽ പോലും മിനിസ്റ്റർ പോലും ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമാണിത്. Indians are the worst when it comes to immigration corruption. Now you are coming to again other scams. For example, truck drivers. There are a lot of bad truck drivers. There are a lot of good, but a lot of bad truck drivers, especially Indians, who are caught into drug trafficking and human trafficking. രണ്ടിലവരുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ട്രക്ക് ഡ്രൈവിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ് കൂടുതലും. അതായത് ഒരുപാട് പേര് ഫേക്ക് ഡോക്യുമെന്റ് വെച്ച് സ്റ്റുഡൻറ് വീസിൽ വരിക, വന്നിട്ട് സ്റ്റഡിക്ക് പോവാതെ ട്രക്ക് ലൈസൻസ് എടുത്തിട്ട് ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ്. പിന്നെ ഈവൻ ദർ ആർ ഇൻസിഡൻസ് വേർ ദേ കിൽഡ് മെനി പീപ്പിൾ. ഇപ്പം വളരെ നെഗ്ലിഗന്റ് ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് 20-22 വയസ്സുള്ള പിള്ളേരൊക്കെ ഡ്രഗ് അടിച്ച് ഡ്രൈവ് ചെയ്യാനറിയില്ല, പാവം സ്കൂൾ ബസ്സിനൊക്കെ ചെന്നിടിച്ചിട്ട് എത്ര പേര് മരിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇൻസിഡൻറ്റ്. ഇതൊക്കെ നമ്മൾ ഒരു ബാഡ് ഒരു സ്പോട്ട്ലൈറ്റ് കൊണ്ടുവരികയാണ്. അതുപോലെ തന്നെ ഒരു ദിവാലി എന്നൊക്കെ സെലിബ്രേഷൻ ഒക്കെ മൊത്തം ഏരിയ, അവിടെ എത്രയോ വെള്ളക്കാർ ജീവിക്കുന്നു. ഒരു കല്യാണം ഉണ്ടെങ്കിൽ ആ ഏരിയ മൊത്തം റോഡ് അങ്ങ് ബ്ലോക്ക് ചെയ്യുക. പിന്നെ നാട്ടിൽ നടക്കുന്ന എന്തെങ്കിലും പൊളിറ്റിക്കലായിട്ട് നിങ്ങൾക്ക് അവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രശ്നം ഉണ്ടെങ്കിൽ അതിൻ്റെ ടെൻഷൻ മുഴുവൻ ഇവിടെ തീർക്കുക. അമ്പലത്തിൻ്റെ മുന്നിലും ചർച്ചിൻ്റെ മുന്നിലും ഗുരുദ്വാറിൻ്റെ മുന്നിലും പള്ളിയുടെ മുന്നിലൊക്കെ ആയിട്ട് ഇവിടെ അതിൻ്റെ ഇത് കാണിക്കുക. ആ പോലീസിന് പലപ്പോഴും ഇടപെടേണ്ടി വരും. ഇത് നോക്കുമ്പോൾ ഇതെല്ലാം ഇന്ത്യൻസ്, ആൻഡ് ദേ ആർ ഫൈറ്റിംഗ് ഈച്ച് അതർ, ദേ വാണ്ട് ടു കിൽ ഈച്ച് അതർ. Just hours before Indian Prime Minister Narendra Modi was set to arrive in Canada, a major announcement from Canadian police sent shockwaves through the Indian community. Police in Peel region, a large suburb area near Toronto with a sizable South Asian population, revealed that they had arrested 18 people in connection with a dangerous and violent gang. You know what shocked many was that nearly all of these arrests were of Indian descent, and their main targets were members of their own community. ഇവിടെ ടൊറന്റോ എയർപോർട്ടിലാണ് ഏറ്റവും വലിയ ഹിസ്റ്ററിയിലാണ് ഏറ്റവും വലിയ ഗോൾഡ് സ്കാം. ബിഹൈൻഡ് ഓൾ ഇന്ത്യൻസ്, മോസ്റ്റ്ലി ഇന്ത്യൻസ്. അങ്ങനെ നമ്മൾ വിശ്വസിച്ചിട്ട് ഏതെങ്കിലും സെൻസിറ്റീവ് പോസ്റ്റിലൊക്കെ ആൾക്കാർ ജോലിക്ക് വെക്കുമോ? ഇല്ല. കാരണം ഇങ്ങനെ കയ്യിലിരിപ്പ് ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഡ്രൈവിംഗ് എക്സ്ട്രീംലി ബാഡ് ഹാബിറ്റ്. ബ്രാംപ്ടണിലൊക്കെ ഡ്രൈവേഴ്സിൻ്റെ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വെള്ളക്കാരിങ്ങനെ ഇട്ടിട്ട് പറയും വേർ ദ ഹെൽ ദീസ് പീപ്പിൾ കെയിം ഫ്രം, താങ്ക്സ് ടു ട്രൂഡോ എന്ന് പറഞ്ഞ് ട്രൂഡോ ട്രോൾ ചെയ്യും. 200 സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കും. എന്നിട്ട് അതിൻ്റെ ഫോട്ടോ അടിച്ച് അവൻ തന്നെ പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഫുട്പാത്തിലൂടെ വണ്ടി ഓടിച്ചു പോകും. പിന്നെ ഒരു പാർക്കിലോ മറ്റുള്ളതൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇവിടെ എല്ലാം വളരെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു നാടാണ് ഈ നാട്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും സിസ്റ്റം ഈ നാട്ടിലുണ്ട്. ബട്ട് നമ്മുടെ ആൾക്കാർ പാർക്കിലെ ബാർബിക്യൂ കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ, ഞാൻ വേറെ ആൾക്കാർ ഇതിലില്ലെന്നല്ല പറഞ്ഞത്, പക്ഷേ ഈ ഒരു വീഡിയോ വെറും ഇന്ത്യക്കാരെ ഫോക്കസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇന്ത്യക്കാരെ കാര്യമാണ് ഇവിടെ കൂടുതൽ പറയുന്നത്. നമ്മുടെ ഈ പ്രാർത്ഥനയും സെലിബ്രേഷനും കൾച്ചറെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരുടെ യാതൊരു രീതിയിലുള്ള സിവിക് സെൻസ് ഒന്നും നോക്കാതെ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്തിട്ട് എന്ത് അറിഞ്ഞാൽ എനിക്ക് എൻ്റെ നാട് എൻ്റെ കൾച്ചറിൻ്റെ ബെസ്റ്റ് ഇടാം. അങ്ങനെയാണ് പിന്നെ എന്തിനും കേരളക്ക് വന്നത്? തിരിച്ച് നിങ്ങളുടെ നാട്ടിലോട്ടിനെ പോക്കി അവിടെ ജീവിച്ചുകൂടെ സമാധാനമായിട്ട്? ഇവിടെയുള്ളവൻ്റെ സമാധാനം നശിപ്പിച്ച് ഇവിടെ മര്യാദയ്ക്ക് മര്യാദയോടെ ജീവിക്കുന്ന ഇന്ത്യക്കാരുടെ പേര് കളയണോ? ഇനി ഇങ്ങോട്ടേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുറേ ഇന്ത്യക്കാരുണ്ട്, അവർക്കും കൂടി ബുദ്ധിമുട്ടുണ്ടാക്കണം. അപ്പം എൻ്റെ ഒരു വിനീതമായ അഭ്യർത്ഥന, ഇതിനെ ഒരു പോസിറ്റീവ് കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എടുക്കുക. ആരോ പറഞ്ഞ മാതിരി ഓക്കെ യു ക്യാൻ ടേക്ക് എൻ ഇന്ത്യൻ ഔട്ട് ഓഫ് ഇന്ത്യ ബട്ട് നോട്ട് എ ഇന്ത്യ ഔട്ട് ഓഫ് എൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നല്ല കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ്റെ അംബാസഡറായിട്ട് ഈ നാട്ടിലൊക്കെ നമ്മൾ ഇന്ത്യനെ പറ്റി നല്ല മെസ്സേജ്, ഇന്ത്യനെ പറ്റി നല്ല ഇംപ്രഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. നമ്മളുടെ ബിഹേവിയർ, നമ്മുടെ ആറ്റിറ്റ്യൂഡിലും കൂടിയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ പറ്റി ഇവിടെയുള്ള ആൾക്കാർ പൊതുവെ അസസ് ചെയ്യുന്നത്. ഈ പറയുന്ന വീഡിയോയിലെ പല സബ്ജക്റ്റും ഈവൻ ഓസ്ട്രേലിയയും ജർമ്മനി UK നിങ്ങൾ ഓൾറെഡി കേട്ടു തുടങ്ങി. മറ്റുള്ള രാജ്യക്കാരോടെ പോയി ഇവിടുന്ന് ചെയ്യുന്ന നമുക്കറിയേണ്ട ആവശ്യമില്ല. അപ്പം പറഞ്ഞാൽ തീരാതെ അത്രയും സംഗതികളുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ പറഞ്ഞ് വീഡിയോ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അപ്പം ദയവ് ചെയ്തിട്ട് ഒന്നുകിൽ
ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ നാട്ടിനെ പറ്റി പഠിക്കുക. അത്രയും സ്നേഹമാണ് നാടിനോട്, നാട്ടിലെ കൾച്ചറൊക്കെ ആയിട്ടെങ്കിൽ അങ്ങനെ പുള്ളി ഇതായിട്ടൊക്കെ സീരിയസ് ആയി ഏത് മതക്കാരനായാലും തിരിച്ച് അവനവന് പറ്റിയ നാട്ടിലോട്ട് പോവുക. കാനഡയിൽ വന്നിട്ട് കാനഡയിൽ 80% വെള്ളക്കാരാണ്. ഇന്നും ഈ പോപ്പുലേഷൻ 40 മില്യണിൽ 30 മില്യൺ എന്തായാലും വെള്ളക്കാർ തന്നെയാണ്, ശരിക്കുള്ള വെള്ളക്കാർ, ഇവിടുത്തെ ഒറിജിനൽ ആൾക്കാർ. വളരെ പീസ്ഫുൾ, വളരെ ലവിങ്, വളരെ കെയറിങ്, ഒരു റേസസ് ഒന്നുമില്ല, നല്ല മനുഷ്യരാണ്. അവരെ മനസ്സിലാക്കി ഇപ്പോൾ ഇന്ത്യൻസ് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു പേടി സ്വപ്നമായിട്ട് മാറുന്ന കാര്യത്തിലേക്കാണ് പോകണം. ഞാനിത് മലയാളി ഉദ്ദേശിച്ചില്ല, മലയാളി ഒരുപാട് പീസ് ലവിങ് പീപ്പിൾ ആയിട്ട് നമ്മുടെ കുട്ടികളൊക്കെ ഒരുപാട് നല്ല ആൾക്കാരാണ്. ഇന്ത്യക്കാരെ ഒരു സ്പെസിഫിക്കലി ടാർഗറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക്, ക്വാട്ട സിസ്റ്റം വഴിയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നാളെ ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ജർമ്മനിയും UK കാനഡയും ഒക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു സംശയമില്ല. ഇന്നിപ്പോൾ US എത്ര മിടുക്കനായ ഇന്ത്യക്കാരനും ഇന്ത്യയിൽ ജനിച്ചെന്നുള്ള ഒറ്റ തെറ്റുകൊണ്ട് അവൻ ഗ്രീൻ കാർഡിൽ ഏറ്റവും പിറകിലാക്കിയില്ല. കാരണം ദർ ഇസ് എ ക്വാട്ട സിസ്റ്റം ഫോർ കൺട്രി വൈസ്. എനിവേ, അപ്പം അങ്ങനെയൊന്നും വരാതിരിക്കട്ടെ. ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് തോന്നിയാൽ, അവയർനെസ് കിട്ടിയാൽ എൻ്റെ വീഡിയോ സെർവ് ദ പർപ്പസ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളൂ. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ, നല്ല നല്ല സബ്ജക്റ്റായിട്ട് വരുന്നവരെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.